ഫോട്ടോ ഞാൻ F1.8 എടുത്താണ്. ഇത് F5 ഇത് F10. അപ്പൊ ഈ 3 ഫോട്ടോസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും F നമ്പർ കൂടുന്നതിനനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കുറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ എന്തുകൊണ്ട് F നമ്പർ കൂടുന്നതിനനുസരിച്ച് ഫോട്ടോ ഡാർക്ക് ആയില്ല എന്ന് വെച്ചാൽ ഷട്ടർ സ്പീഡ് കുറച്ചു. ഇതിനാണ് എക്സ്പോഷർ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പർച്ചർ, ഷട്ടർ, ISO. ഈ 3 പേരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഒരു ഫോട്ടോയിൽ ലൈറ്റ് എന്തോരം വേണമെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ F വാല്യൂ 5, 6, 7 കീപ്പ് ചെയ്യാൻ നോക്കുക. കാരണം F1.8 or 2 ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും ക്ലിയർ ഫോക്കസിൽ കിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഒരു ലാൻഡ്സ്കേപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ F വാല്യൂ 8, 9, 10 ആ ഒരു റേഞ്ച് കീപ്പ് ചെയ്യുക. കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പ് ഫുള്ള് ഫോക്കസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും മോഡലിനെയോ അല്ലെങ്കിൽ ചെറിയൊരു സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 1.8, 2, 2.2 ഒക്കെ കീപ്പ് ചെയ്യുക. ഇതൊക്കെ ലൈറ്റിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ F1.8 ഉള്ള ലെൻസ് ഇല്ല, കിറ്റ് ലെൻസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കൊണ്ടുവരാം. നിങ്ങളുടെ സബ്ജക്റ്റിനെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും 2-3 സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് കയറ്റി നിർത്തി എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഷട്ടർ സ്പീഡിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നും ISO എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ നമുക്ക് ഇതിന്റെ തന്നെ അടുത്ത എപ്പിസോഡുകളിൽ നോക്കാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.